എന്താടാ നിനക്ക് വേണ്ടേ? ചേട്ടാ, ചേച്ചി ചേട്ടനെ മനസ്സിലാക്കാതെ പോകുന്നില്ല. ചേട്ടന് ഫീലിങ്സ് ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നില്ലേ? ഉണ്ടെങ്കിൽ ചേട്ടാ, എനിക്കും അതേ സെയിം ഫീലിംഗ് ആണ് ചേട്ടാ. ഒന്ന് മനസ്സിലാക്കിയേട്ടാ. ടച്ച് ചെയ്തല്ലോടാ. പറ, നീ കാര്യം പറ. ചേട്ടാ, ഞാനും ഗീതയുമായി 2 വർഷത്തിലെ സ്നേഹത്തിലേട്ടാ. അവരുടെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റാ. ചേട്ടൻ്റെ സെന്റർ ആകുമ്പോൾ ഭയങ്കര സേഫാ. കാണാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു 1 hour മതി ചേട്ടാ. ഗീത എന്ന് കണ്ടിയാൽ പെട്ടെന്ന് പോയിക്കോളാം. എന്താടാ എന്റെ സെന്റർ നിനക്ക് ലവ് ചെയ്യാനുള്ള സ്ഥലം? അങ്ങനല്ല ചേട്ടാ. പ്ലീസ് പ്ലീസ് പ്ലീസ്. സോറി പ്ലീസ് ചേട്ടാ. എടാ നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവള് ഭയങ്കര പൈസക്കാരിയാ. 1 year ഫീസ് ഒരുമിച്ച് അടച്ചിരിക്കുക. അവൾ ആരാന്നറിയോ നിനക്ക്? അവളുടെ മുമ്പിൽ നീ ആരാ? ഞാൻ പറയുന്നത് നിനക്ക്, നിനക്ക് ആസ്തിയില്ല, ഒരു ലോണും കിട്ടില്ല, എന്തിന് വാടക വീട് പോലും കിട്ടില്ല. പിന്നെ എന്തിനാടാ വെറുതെ? നീ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വിട്ടേക്ക്. ചേട്ടാ, ഞാൻ നന്നായി പഠിക്കും ചേട്ടാ. എഞ്ചിനീയർ സ്റ്റുഡൻ്റ് ഞാൻ. കോളേജിൽ ടോപ്പാ ഞാൻ. ഈ 6 months ക്യാമ്പസ് സെലക്ഷനിലൂടെ എനിക്ക് ഉറപ്പായും ജോലി കിട്ടും. മിനിമം 1 ലക്ഷം രൂപ സാലറിയും കിട്ടും. ആ 1 ലക്ഷം രൂപ കൊണ്ട് അവളെ നിനക്ക് കെട്ടിച്ചിരുന്ന് തോന്നുന്നുണ്ടോടാ? ഒരിക്കലും ഇല്ല. അവരത് അംഗീകരിക്കില്ല. അതിനുവേണ്ടി വെറുതെ എന്തിനാണ് നീ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ചേട്ടാ, ആരെ ശല്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല ചേട്ടാ. ഗീതയെ സ്നേഹിച്ചു പോയോണ്ടാ. സ്നേഹിക്കുന്ന പെണ്ണിനെ ദിവസവും അടുത്ത് കാണാനുള്ള ചാൻസ് അല്ലേ ചേട്ടാ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുള്ളത്. അതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി ചേട്ടാ. നീ ചെയ്യടി. ഈ ജാവയും നൈറ്റ് ഷിഫ്റ്റ് ഒന്നും നിനക്ക് പറ്റില്ല. വീട്ടിൽ സമ്മതിക്കില്ലടി. നീ ഏതായാലും ജോബിന് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഈവനിങ് സൂംബയിൽ പോയാൽ മതി. നിന്റെ വീട്ടിൽ ചോദിച്ചാൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നില്ലേ? ക്യൂട്ടെല്ലാം ഡാൻസ് ആയിരുന്നോടി അത്? അമ്മോ, കളയണ്ട. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹാപ്പി ആയിരിക്കടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു, നോക്കി. ഓക്കെ കൊടുക്കടി. എന്ന് വെച്ച് പൈസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. 20,000 ചോദിക്കണം. ഒരു എഞ്ചിനീയറാ നീ. 20,000 കിട്ടുമോ? എന്താ കിട്ടില്ലേ? എന്താ വേണ്ടേ? നിന്നെ അത്രയും വേണമെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞേ ഉള്ളൂ. മുളക് തിരിച്ചു വയ്ക്കും. എന്താ? ആ എങ്കിൽ ചെല്ല്. ഇപ്പൊ തന്നെ ചെല്ല്. ചെല്ലടി. രേവൻ സാർ, സാർ, രേവൻ സാർ, സാർ എവിടെ? ഞാൻ ശരിക്കും ആലോചിച്ചു സാർ. ജോയിൻ ചെയ്യാൻ റെഡിയാ. സൂപ്പർ, താങ്ക് യു. പോലെ ഞാൻ അങ്ങോട്ട് വരിക. എന്താ ഇത്? നീ ഒന്ന് വാ. ഞാനോ? ആ വാ. ഇരിക്കും മോനി. ടൈം എപ്പോഴൊക്കെയാ? മോർണിംഗ് ഈവനിങ്. പൈസ പാർട്ണർഷിപ്പിൽ ചെയ്യാം. 50-50. ബിസിനസ് സൂപ്പറായ പാർട്ണർഷിപ്പ് ആകുമ്പോൾ നിനക്കും ഗുണമുണ്ടാവും. എന്താ? പാർട്ട്ണർഷിപ്പ് ഒക്കെ ശരി. എന്നാലും എനിക്ക് 20,000 വേണം. 20,000 പോരാത്തതിന് പാർട്ണർഷിപ്പ് ഓക്കെ അല്ലേ? വർക്കൗട്ട് ആവില്ല മോനെ. ഇരിക്കൂ. ബിടെക് കഴിഞ്ഞതല്ലേ? 20,000 കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനാ. ബിടെക് ഡാൻസ്. ബിൽ ഗേറ്റ്സ് വിളിച്ച് പ്രഭുദേവയ്ക്ക് ഒരു ജോലി കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? കോമഡി ആയിരിക്കും. അതുപോലെ തന്നെ നിന്റെ എഞ്ചിനീയറിംഗിന്റെ കാര്യവും കുറച്ച് റിയാലിറ്റിയോടെ ചിന്തിച്ചൂടെ? 10,000 സമ്മതമാണോ? എന്താ ഓക്കെ അല്ലേ? നോക്കട്ടെ, പൈസ എത്ര ഉണ്ടാവും അറിയില്ല. ശരി, എന്നാ ഡിസൈഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി.